ഹലോ ഗായ്സ്, നമസ്കാരം. ഇതിൻ്റെ ആദ്യത്തെ വ്ലോഗാണ്. ആദ്യത്തെ വ്ലോഗ് ആയതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ചർച്ചിനെ പറ്റി, അതായത് ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ കുണ്ട്ര പറ്റിയാണ് ഞാൻ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങളുടെ ചർച്ച സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിൽ കുണ്ട്ര ആശുപത്രി മുക്ക് റെയിൽവേ സ്റ്റേഷന് സമീപമാണ്. ഞങ്ങളുടെ ചർച്ചിനെ പറ്റി പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് കടന്നു വരുന്നവർക്ക് ആത്മീകമായി വളരെയധികം സന്തോഷം ലഭിക്കുന്ന ഒരിടമാണ്. നമ്മളെല്ലാവരെയും വളരെയധികം സ്നേഹിക്കുകയും കരുതുകയും ക്രിസ്തുവിൽ മാതൃകയോടെ നയിക്കുകയും ചെയ്യുന്ന ദേവദാസൻ ഞങ്ങൾക്കുണ്ട്. പാസ്റ്റർ സൈമൺ ജോസഫ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അതുപോലെ തന്നെ വളരെയധികം കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു സൺഡേ സ്കൂളും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ നഗരത്തിൽ തന്നെ ദൈവവചനം അഭ്യസിപ്പിക്കുന്ന കുറേയധികം അധ്യാപകരും ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ സൺഡേ സ്കൂൾ ടൈം എന്ന് പറഞ്ഞാൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ 8 മണി മുതൽ 9 മണി വരെയാണ്. അതിനുശേഷം 9 മണി മുതൽ 12:30 വരെ സഭായാത്ര നടക്കുന്നു. ഇതിൽ 300-ലധികം ആൾക്കാർ ദൈവമക്കളാണ് പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ യൂത്തിന് വേണ്ടിയിട്ട് മാസത്തിൽ ഒരിക്കൽ അവരുടെ കഴിവ് തെളിയിക്കാൻ വേണ്ടി പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. കുട്ടികൾക്ക് അവരുടെ താലന്തുകൾ വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഇടമാണിത്. എല്ലാ വർഷവും സ്കൂൾ വെക്കേഷൻ ടൈമിൽ ഞങ്ങൾ ചർച്ച് ടൂർ പോകാറുണ്ട്. അത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ്മെന്റ് തരുന്നു. ഞങ്ങളുടെ ചർച്ച് ഒരുപാട് കാരുണ്യപ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട്. അത് ചർച്ചിന്റെ ഐക്യതയും ദൈവസ്നേഹവും കാണിക്കുന്നു. 1-2 ചാരിറ്റി പ്രവർത്തനങ്ങൾ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് ഈ വർഷം 150 സ്കൂൾ കുട്ടികൾക്ക് നമുക്ക് സ്കൂൾ കിറ്റ് വിതരണം ചെയ്യാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ എല്ലാ മാസവും 100-ലധികം ഭക്ഷണപ്പൊതികൾ ഭക്ഷണമില്ലാത്തവർക്ക് കൊടുക്കാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ഈ ചർച്ച ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ചർച്ചിനെ പറ്റിയും ദൈവദാസന്റെ ചില വാക്കിലേക്കും നമുക്ക് പോകാം. 45 വർഷത്തോളം ആത്മീയ പാരമ്പര്യമുള്ള ഒരു ദൈവസഭയാണിത്. ആദ്യകാലങ്ങളിൽ ദൈവവിളി കേട്ടിറങ്ങിയ മാതാപിതാക്കൾ വളരെ പ്രതികൂലങ്ങളും നിന്ദകളും സഹിച്ച് വിശ്വസ്തയോടെ നിന്നതിന്റെ പരിണിത ഫലമായി കാലാകാലങ്ങളിൽ ദൈവസഭയ്ക്ക് വളരെ ഉയർച്ചയും വളർച്ചയും ദൈവം നൽകി. നമ്മൾ ഇപ്പോൾ ഇവിടെ കാണുന്നത് ചർച്ച് ഗോഡിന്റെ പുതുക്കി പണിഞ്ഞ പുതിയ ബിൽഡിംഗ് ആണ്. ഇതാണ് കുണ്ട്ര ചർച്ച് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ. കുണ്ട്ര ദേശത്തിലെ ആത്മീയമായി വളരെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സഭയാണിത്. കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഒട്ടനവധി മാറ്റങ്ങൾ ആത്മീയവും ഭൗതികവുമായ വളർച്ചയും കൈവരിക്കാൻ ഈ സഭയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്ന ഒരു മാറ്റം ഇതിന്റെ സ്ട്രക്ചറിലും ഔട്ട്ലുക്കിലും ആണ്. വിശാലമായ പൂത്തോട്ടം കൊണ്ട് ഈ ചർച്ചിന്റെ മുൻഭാഗം മനോഹരമാക്കിയിരിക്കുന്നു. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം മറ്റൊരു പ്രത്യേകതയാണ്. ആലയത്തിലേക്ക് കയറുമ്പോൾ 100-ലധികം പേർക്ക് ഒരേ സമയം ആരാധിക്കാൻ സൗകര്യമുള്ള ഒരു AC ഹാൾ, കൂടാതെ മനോഹരമായ ഒരു ഓഫീസും കൂടെ ചേർത്തിരിക്കുന്നു. ഏത് പ്രാർത്ഥനാ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനം ഈ ചർച്ചിന്റെ സ്വത്താണ്. ആത്മീയ പ്രവർത്തനങ്ങൾക്ക് ചുമൽ കൊടുത്തു നിൽക്കുന്ന യൗവനക്കാർ, കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, എല്ലാ ആത്മീയ പ്രവർത്തനങ്ങൾക്കും നേതൃത്വവും നിർദ്ദേശങ്ങളും നൽകുന്ന ദൈവജനത്തിന്റെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസൻ പാസ്റ്റർ സൈമൺ ജോസഫ് ഈ ചർച്ചിന് ഒരു മുതൽക്കൂട്ടാണ്. ദൈവദാസന്റെ വാക്കുകളിലേക്ക്. മഹത്വപ്പെടുമാറാകട്ടെ. ഈ നല്ല സമയം കർത്താവിന് മഹത്വം അർപ്പിക്കുന്നു. കഴിഞ്ഞ ഒരു വർഷക്കാലം കുണ്ട്ര ചർച്ച് കൊണ്ട് നവീകരണ പ്രവർത്തനങ്ങളുള്ള പല കാര്യങ്ങളും നടക്കുവാനിടയായിരുന്നു. നമുക്ക് ഈ പ്രാവശ്യം തന്നെ നമുക്ക് ഇവിടെ ഒരു മഴവെള്ള സംഭരണി ഉണ്ടാക്കുവാനിടയായിരുന്നു. അതിന്റെ യൂത്തും സഭയിലെ സഹോദരങ്ങളൊക്കെ നന്നായിട്ട് അത് സ്വീകരിക്കുകയും നന്നായിട്ട് അത് ചെയ്യാനിടയായിരുന്നു. അതിനാണ് നമുക്കൊരു ജനറേറ്റർ ആവശ്യമായിരുന്നു. അതിനൊരു ക്രമീകരണങ്ങൾ ചെയ്യാൻ അവസരമൊരുക്കി. പ്രകാരം തന്നെ ചായ ബെഞ്ചിനോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ അതിന്റെ പണിയോടുള്ള ബന്ധത്തിലും സഹോദരങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുക, അധ്വാനിക്കുകയൊക്കെ ചെയ്ത് ഇതിന്റെ പണികൾ പൂർത്തീകരിക്കാനിടയായി തീർന്നു. മറ്റനേക കാര്യങ്ങളോടാണ് നടക്കുവാനായിട്ട് നമ്മളെ ഏകദേശം 6 മറ്റൊരു നമുക്ക് നടക്കുവാനും, അതുപോലെ തന്നെ ഗോസ്പൽ വർക്കുകൾ നമുക്ക് നടക്കാനിടയായി തീർന്നു. സ്നാനങ്ങൾ നടക്കാനായിട്ടിടയായി തീർന്നു. എല്ലാ മാസവും 3 ദിവസവും ഉപവാസ പ്രാർത്ഥന ചർച്ചകൾ നടക്കുന്നുണ്ട്. പ്രകാരം തന്നെ വൈപ്പിയുടെ സ്റ്റേറ്റ് ടാലന്റ് ടെസ്റ്റിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കൊട്ടാരക്കര സോണിനോട് ബന്ധത്തിൽ നമുക്ക് ഫസ്റ്റ് കിട്ടുവാനിടയായി തീർന്നു. നടത്തിയ കാര്യങ്ങൾ നടത്താൻ സുരക്ഷിതനാണ് ദൈവം സഹായിച്ചതെല്ലാം നമ്മുടെ ചർച്ചിലെ സഹോദരങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുകയും ചെയ്തു. ഇതൊക്കെയാണ് ഈ വർഷം നടന്നത്. പിന്നെ മറ്റനേക കാര്യങ്ങളുണ്ട്. ഇനിയും ഇതുപോലെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ സുരക്ഷിതനാണ് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പിന്നെ പ്രത്യേകിച്ച് കുണ്ട്ര ചർച്ചിലെ എല്ലാ സഹോദരങ്ങളോടുള്ള നന്ദി കൂടി അറിയിക്കുന്നു. കഴിഞ്ഞൊരു വർഷക്കാലം സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങൾ കാണിച്ച ആത്മീയപരമായും ഭൗതികപരമായും നിങ്ങളുടെ ശാരീരിക അധ്വാനങ്ങളൊക്കെ ഇതിന് പിൻപിലുണ്ട്. അതിനെല്ലാം സുരക്ഷിതനാകുന്ന ദൈവം നിങ്ങൾക്ക് പ്രതിഫലം
തരട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും അതുപോലെ ആശംസിക്കുകയും ചെയ്യുന്നു. ഈ ചർച്ച കൊണ്ടുള്ള യുവജന പ്രസ്ഥാനം വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ. എല്ലാവിധമായ അനുഗ്രഹ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഗോഡ് ബ്ലെസ്. പ്രിയരെ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം ഞാൻ ഈ ചർച്ചിലെ മെമ്പർ എന്ന നിലയിൽ എനിക്കും എന്റെ കുടുംബത്തിനും ആത്മീയമായി വളരെയധികം സന്തോഷം ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ചർച്ചിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ക്രിസ്തുയേശു നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി ഈ നമ്പർ ബന്ധപ്പെടുക. ഇത് ഞങ്ങളുടെ പാസ്റ്ററുടെ നമ്പറാണ്. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.